ദൈവജനമേ, നമ്മെ തിരികെ നഷ്ടപ്പെട്ട ഏദനിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം വെച്ചിരിക്കുന്ന ആദ്യത്തെ ഉപാധിയാണ് ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത്. അതിനെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ദൈവരാജ്യത്തിൽ നിന്ന് അന്യരാണ്, അകലെയാണ്. അതുകൊണ്ട് അകാലത്തിൽ മരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കർത്താവ് വിളിക്കുന്ന സമയത്ത് ഒരു ഉപാധികളുമില്ലാതെ, ഒരു പരാതികളുമില്ലാതെ സന്തോഷത്തോടെ ഇതാ കർത്താവേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനുള്ള മനോഭാവം ദൈവമക്കൾക്ക് ഉണ്ടാകണം. ദൈവമക്കളെ, സന്തോഷത്തോടെ കർത്താവ് വിളിക്കുന്ന സമയത്ത് പോകുവാൻ നമ്മൾ തയ്യാറാകണം. ഞാനിപ്പോൾ 1-2 സർജറിക്ക് വിധേയനായിട്ട് ഇരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച, ഈ തിങ്കളാഴ്ച വീണ്ടും എനിക്കൊരു സർജറി ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ പിടിച്ചു വയ്ക്കരുത്. ദൈവത്തിൻ്റെ സമയമാണെങ്കിൽ സന്തോഷത്തോടെ യാത്ര അയക്കുവാൻ ഇടയായി തീരണം. ഈ ജെയിംസ് വളർന്ന് സൺഡേ സ്കൂളിൽ പഠിച്ചു, മിടുക്കനായി. അദ്ദേഹത്തെ കുറിച്ച് 100 കാര്യങ്ങൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ വളർത്തിയത് ന്യൂ ഇന്ത്യ YPCAയും സൺഡേ സ്കൂളും മാത്രമാണ്. വേറെ ആരും അദ്ദേഹത്തെ വളർത്തി വലുതാക്കാൻ വന്നിട്ടില്ല. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായി സ്വതസിദ്ധമായ കഴിവുകൾ ദൈവം കൊടുത്തു. 970 80 എന്റെ 50ാമത്തെ ജൂബിലി. ഞാൻ അറിയാതെ തന്നെ മറിയാമ്മയും ജെയിംസും കൂടി കുട്ടനാട്ടിൽ കുരുത്ത സുവിശേഷ വിപ്ലവം എന്ന പേരിൽ ഒരു പുസ്തകം എന്റെ അനുഭവ കഥകളെ കേട്ടറിഞ്ഞും പറഞ്ഞറിഞ്ഞും മറിയാമ്മ പറയിച്ചും എഴുതി ഞാൻ അറിയുന്നില്ല. അത് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്നെ സർപ്രൈസ് ആക്കാൻ എൻ്റെ 50ാമത്തെ വർഷത്തിൽ അവർ ആ പുസ്തകം ഇറക്കി. വളരെ ആയിരക്കണക്കിന് ആളുകളെ സ്പർശിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാനുണ്ടായി. പിന്നെ ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുന്ന വലിയൊരു ദൈവ മനുഷ്യനാണ് ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് അവറുകൾ. അദ്ദേഹത്തിന്റെ മെന്റർ ആരാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടെ എന്നോടും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്റർ ജെയിംസ് കുറിയാക്കോസ് ആണ് എൻ്റെ മെന്റർ. ഇത്രയും വലിയൊരു പദവിയാണ് കർത്തൃദാസന് ദൈവം നൽകിയത്. അതുകൊണ്ട് പ്രിൻസ് വന്ന് വിളിച്ച എവിടെ പോയെന്ന് ചോദിക്കരുത്, എപ്പോൾ വരുമെന്ന് ചോദിക്കരുത്. രണ്ടിനും ഉത്തരവില്ല. എവിടെ പോവാന്നറിയത്തില്ല, എവിടെ വെപ്പള വരുന്നറിയത്തില്ല. അങ്ങനെ ഇപ്പം പോയി. കാരണം ഒത്തില്ല കാര്യത്തിൽ. ഒക്കുവാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നീ വീടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ദൈവഹിതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ അങ്ങ് പോയി. ഒത്തിരി ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് അസൂയയില്ലാത്തൊരു മനുഷ്യൻ, ഉയർച്ചയിൽ അസൂയപ്പെടാത്തൊരു മനുഷ്യൻ, അഹങ്കാരമില്ലാത്തൊരു മനുഷ്യൻ, പിന്നെ എല്ലാവരെയും കൈപിടിച്ചുയർത്തിയ മനുഷ്യൻ, ഹൃദയത്തിൽ നിന്ന് നർമ്മം പറയുന്ന ഒരു മനുഷ്യൻ, പിന്നെ എല്ലാവരുടെയും ഒരു ജ്യേഷ്ഠ സഹോദരൻ പോകുമ്പോൾ ഒരു ധീരയോദ്ധാവിൻ്റെ മുമ്പിൽ ഇളമുറക്കാരായ ഞങ്ങൾ നിൽക്കുന്നു. പദം കുറച്ച് ഞങ്ങളും പുറകിലുണ്ട്. എ ബിഗ് സല്യൂട്ട് ടു അവർ ഗ്രേറ്റ് വാരിയർ. ഈ മനുഷ്യൻ ഒരു വലിയ യോദ്ധാവായിരുന്നു. ആ യോദ്ധാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആമ്പിള്ളാരിൽ നിന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു ഇടയ്ക്കെങ്കിലുമൊക്കെ. എങ്കിലും തമ്പുരാൻ കൊടുത്ത 2 ആമ്പിള്ളാർ ഇടയ്ക്കിടയ്ക്ക് പറയും, സങ്കടം അറിയണ. പിന്നെ ഇളയ കൊച്ചിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു, അച്ഛാ കെട്ടിച്ചേക്കട്ടെ? വേണ്ട, അവളെന്നും പോത്തില്ലടാ, ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല, അതുകൊണ്ട് ഇപ്പം കെട്ടിക്കണ്ട. ഞാൻ ഇടയ്ക്ക് നിന്ന് ഇതൊക്കെ ചോദിച്ചു കെട്ടിക്കണമെന്ന്. സ്ഫുടമായിട്ട് പറഞ്ഞു വേണ്ടെന്ന്. ഇപ്പം വേണ്ട, പഠിക്കട്ടെ. ഏറ്റവും ഒടുവിൽ എനിക്ക് ഒന്ന് സ്ഫുടമായി പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയാ. അവൻ നിന്റെ ദാസനാ, അവനെ ഓർത്തോണേ, അവൻ നിന്റെ ദാസനാ, അവനെ ഓർത്തോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയ ഈ വലിയ മനുഷ്യൻ. ഞങ്ങൾ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പദം ഉറച്ച് ക്രൂശുമേന്തി ഈ യാത്രയ്ക്ക് പിന്നിൽ ഞങ്ങളുണ്ട്. യമിഷ കാണിച്ചെന്ന മാർഗത്തിൽ സുവിശേഷത്തിൻ്റെ ധീരപ്പടയാളിക്ക് മുമ്പേ വലിയ ആരവവും ആർപ്പും ആരവാരവും ബഹളങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഈ മനുഷ്യൻ വലിയ മനുഷ്യനായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യരായി ഞങ്ങൾ കാണുന്ന ധീരയോദ്ധാവിൻ്റെ മുമ്പിൽ എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും
അർപ്പിക്കുന്നു. കൂടെ നിന്ന് ഒത്തിരി പേര് വർഷത്തിൽ കഴിഞ്ഞ 104 സഭായോഗം നടന്നു. 101 സഭായോഗത്തിൽ ഞാൻ ശുശ്രൂഷിച്ചു. താൻ കിടപ്പിലാകുന്നതിന് മുമ്പ് വരെയുള്ള എല്ലാ സഭായോഗങ്ങളിലും എൻ്റെ ഓരോ പ്രസംഗങ്ങളുടെയും പിന്നിൽ ജെയിംസാൻ്റെ കരം ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. ഒത്തൻറ്റിക് സ്പിരിച്വാലിറ്റിയുടെ ഉടമയായിരുന്നു. ഒരു വെച്ചുകെട്ടില്ലാത്ത ഒരു ആത്മീയത, റിയലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരോടും ഒരുപോലെ ഇടപെടാനും അതേ സമയത്ത് പറയേണ്ടത് സീരിയസ് ആയിട്ട് പറയാനും ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ജെയിംസിനെ വളരെ മിസ് ചെയ്യും. വി വിൽ റിയലി മിസ് ഹിം. കാരണം ജെയിംസ് പറയുന്ന ഓരോ വാക്കുകൾക്കും അത് നേതൃത്വത്തെ എല്ലാം സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നിസ്വാർത്ഥമായിട്ടുള്ളൊരു മനസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഹിഡൻ അജൻഡാസ് ഒന്നുമില്ല. തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാറില്ല. ഒരു സ്ഥാനമോഹവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജെയിംസ് പറയുന്ന കാര്യങ്ങൾ അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് പറയുന്നതായതുകൊണ്ടാണ് താൻ പറയുന്ന വാക്കുകൾക്ക് എന്നും വിലയുണ്ടായിരുന്നു. അത് എനിക്കും ജെയിംസാനോട് വളരെ ബഹുമാനവും വളരെ മതിപ്പും ആദ്യ നാൾ മുതലേ ഉണ്ടായിരുന്നു. അതിന്നുമുണ്ട്. ഒരു സഭാ ശുശ്രൂഷൻ എങ്ങനെ ആകണം എന്നുള്ളതിന് വളരെ മാതൃക കാണിച്ചൊരു, പ്രത്യേകിച്ച് അങ്ങനെയുള്ള മലയോര പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു സഭയിലെ ആത്മീകമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടെ തന്നെ അവിടെയുള്ള കല്യാണം കഴിക്കാൻ പ്രായമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിവാഹം, ഭവനമില്ലാത്തവരുടെ ഭവനം, ഇതെല്ലാം തൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തമായി താൻ ഏറ്റെടുത്ത് താനിരുന്ന സഭകളിലെല്ലാം അത് ചെയ്ത് ഇത് നമുക്കെല്ലാം കാണുവാൻ കഴിയും. പ്രിയ പ്രിൻസ് ചാൻ ഈ സപ്ലിമെൻറ്റിൽ എഴുതിയിരിക്കുന്നത് പോലെ, ജെയിംസ് നിങ്ങൾ ആരായിരുന്നു ഞങ്ങൾക്ക് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. തൻ്റെ വല്ലാത്ത ശൂന്യതയാണ്. ജെയിംസ് ചാൻ പോകണ്ടായിരുന്നുവെന്ന് വല്ലാണ്ടങ്ങ് ആഗ്രഹിക്കുകയാണ്. വല്ലാത്തൊരു നഷ്ടം ഹൃദയത്തിൽ ഉണ്ട്. എങ്കിലും പ്രത്യേകിച്ച് YPCയോടുള്ള ബന്ധത്തിലും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓർത്തെടുക്കാനുണ്ട്. ദാസന്മാർ പുറകെ ഉണ്ടല്ലോ. ഏത് വലിയ പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ അല്ലെങ്കിൽ ധൈര്യത്തോടെ നേരിടുവാൻ തനിക്കൊരു വലിയ കൃപയുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ സംസാരിച്ച ഒരു കാര്യം പറഞ്ഞപ്പെട്ട ഒറ്റ കാര്യം, തൻ്റെ തലയിൽ ട്യൂമർ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ് വേദനിച്ച ദൈവമക്കൾ എങ്ങനെ ജെയിംസാനെ അഭിമുഖീകരിക്കുമെന്ന് ഓർത്ത് ഭയന്ന് വിഷമിച്ചിരിക്കുന്ന അവരുടെ മധ്യത്തിലേക്ക് ചെന്ന് അവരോട് താൻ പറയുകയാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവൻ്റെ തലയിലൊന്നുമില്ലെന്ന്. ഇപ്പോൾ കുറച്ചും കൂടെ വിദ്യാഭ്യാസമുള്ള ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ തലയിൽ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഏതാണ് ആ ഒരു ട്യൂമർ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അതിനെ വരെയും പുഞ്ചിരിയോടെ നേരിട്ട് ജെയിംസാൻ്റെ യാത്ര. പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു നല്ല സ്നേഹിതനായിരുന്നു ജെയിംസ്. നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യൻ. ന്യൂഡിയ ദൈവസഭയ്ക്ക് ഈ പേടകത്തിൽ മൗനമായി ഉറങ്ങുന്ന ഈ കർത്തൃഭൃത്യൻ ഒരു പരാജിതനായിട്ടല്ല ഇവിടെ നിന്ന് പോകുന്നത്, വിജയിച്ചവനായിട്ടാണ്. താൻ തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഭാര്യയ്ക്ക് നല്ല ഭർത്താവായിരുന്നു, മക്കൾക്ക് നല്ല പിതാവായിരുന്നു, തൻ്റെ സഭയിലുള്ളവർക്ക് നല്ല പാസ്റ്ററായിരുന്നു, സുഹൃത്തുക്കൾക്ക് നല്ല സ്നേഹിതനായിരുന്നു, സഹോദരിമാർക്ക് നല്ല സഹോദരനായിരുന്നു, എല്ലാവർക്കും എല്ലാമായിരുന്ന നമ്മുടെ ജെയിംസ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടുവെങ്കിലും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു ടെൻഷനുമില്ല. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കാറുണ്ട്. പകലുമൊക്കെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിൻ്റെ ഹിതമാണെങ്കിൽ ഡോക്ടറെ കാണാവൂ, നിൻ്റെ ഹിതമാണെങ്കിൽ സർജറി നടക്കാവൂ, നിൻ്റെ ഹിതമാണെങ്കിൽ പിൻപോട്ടുള്ള കാര്യങ്ങളെല്ലാം നിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. എന്നാൽ എനിക്ക് നല്ല അത്യാവശ്യം നമ്മളിന്ന് കണ്ടു, ഒത്തിരി നല്ല ബന്ധങ്ങളുണ്ട്. ഒരു ഫോൺ കോൾ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ കാര്യങ്ങളിവിടെ എല്ലാം ഫാസ്റ്റായിട്ട് നടക്കുന്ന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ബന്ധങ്ങളുണ്ട്. അവിടെയും മാനുഷികമായ ഒരു കാര്യവും വേണ്ട, ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ശാഠ്യം പിടിച്ച, അതിനുവേണ്ടി നിന്ന, വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ അവിടെ എല്ലാം കണ്ടത്. ഓരോ പ്രവർത്തനപ്പോൾ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥ ഒരു ദൈവ പൈതൽ, യഥാർത്ഥ ഒരു അഭിഷക്തൻ
ദൈവത്തിലുള്ള വിശ്വാസം എങ്ങനെ ആയിരിക്കണമെന്നും ദൈവമായുള്ള തൻ്റെ ബന്ധം നമ്മൾ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണമെന്നൊരു വലിയൊരു അടയാളമാണ് എൻ്റെ ജീവിതത്തിൽ താൻ ഉണ്ടാക്കി തന്നത്. ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുള്ള ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ജെയിംസ് ചാൻ. എൻ്റെ ജീവിതത്തിലെ ഒരുമാതിരി കാര്യങ്ങളെല്ലാം ജെയിംസ് ചാൻ അറിയാം. അതിന് വേണ്ട ഉപദേശങ്ങൾ തരികയും സ്നേഹമായിട്ട് ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അവസരങ്ങൾ ഞാൻ മറക്കത്തില്ല. YPCയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് ഞാൻ കുറേ വർഷം ഞാൻ YPCയുടെ ക്യാമ്പിൽ നടത്തിയിട്ടുള്ള ഉദ്ഘാടന പ്രസംഗങ്ങളെല്ലാം ജെയിംസ് ചാൻ്റെ മെസ്സേജായിരുന്നു. പേരും പെരുമയും ഒട്ടും ആഗ്രഹിക്കാത്തൊരു ദൈവദാസൻ. മുമ്പേ സുജിത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു പച്ചയായ ഒരു ദൈവമനുഷ്യൻ, പച്ചയായൊരു മനുഷ്യൻ. 36 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് തീർത്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കർത്താവിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾ എന്നും അഭിമാനിക്കുന്നു. ഞങ്ങളോട് ഒരു പിതാവിൻ്റെ കരുണയും വാത്സല്യം കാണിക്കുന്നതിനേക്കാൾ ഉപരി ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു. എന്തും നമുക്ക് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ അപ്പം തന്നെ കണ്ടുപിടിക്കാൻ പപ്പയ്ക്ക് ഒരു പ്രത്യേക കഴിവായിരുന്നു. എളിയവരെ ആദരിക്കുന്നതിൽ എന്നും മുൻപന്തിയിലായിരുന്നു. അതിൻ്റെ നീതിയാണ് ഞങ്ങൾക്ക് ഇത്രയും മാക്സിമം ട്രീറ്റ്മെൻറ്റ് പപ്പയ്ക്ക് കൊടുക്കുവാൻ കഴിഞ്ഞത്. അതെന്നും ദൈവം നീതിയായി കണക്കിട്ടത് മാത്രമാണ്. മരണമില്ലാത്ത, കഷ്ടമില്ലാത്ത, വേദനകളില്ലാത്ത നാട്ടിൽ നിന്ന് ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ തൊഴുത്തിൽ നിന്നും അഴിച്ചുവിട്ട പശുക്കിടാവിനെ പോലെ വിജയശ്രീ ലാളിതനായി പ്രാണപ്രിയൻ്റെ മാർവിൽ ചേർന്ന് ഞങ്ങളുടെ പിതാവും ഉയർത്തു വരുമെന്നുള്ള പ്രത്യാശയോടെ നേരുള്ളവരുടെ തലമുറ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് തികഞ്ഞ ദൈവാശ്രയത്തിലും പത്യോപദേശത്തിലും പപ്പ ഞങ്ങളെ വളർത്തി. എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ഞങ്ങളോട് ആദ്യം പറയുന്നത് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക. പപ്പ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ 2 ദിവസം ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിപ്പിച്ചിട്ടേ അത് ഞങ്ങളുടെ കൈ തരത്തുള്ളൂ. അത് പപ്പ വാങ്ങിച്ചു തന്നതല്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേട്ടതാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നു. ഞങ്ങൾ പപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു, എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് ദൈവമേ അനുഗ്രഹിക്കണേ, UK പോണേ, അവിടെ പോണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എൻ്റെ പിതാവ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കേട്ടിട്ടുള്ളത്, ദൈവമേ ഈ ലോകത്ത് അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവമേ കുഞ്ഞുങ്ങളുടെ നിത്യത ഒരിക്കലും നഷ്ടമാകരുത്. ഈ മണ്ണെ പ്രതി മാണിക്യം വിടുവാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ കഴിയരുത്. അവർ നിത്യതയുടെ അവകാശികളായി മാറണം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കഷ്ടതയുടെ നടുവിലും ജീവിപ്പിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. എന്ത് വന്നാലും പുഞ്ചിരിയോടെ നേരിട്ടു. എന്തു പറഞ്ഞാലും പപ്പ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ പറയും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും അതും നന്മയ്ക്കാ, അതും ചിരിച്ചുകൊണ്ടാ പറയുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഞങ്ങളുടെ ചർച്ച് മുതിരവേലിൽ ഞങ്ങൾ പോയപ്പോൾ പപ്പ അവിടെ എന്നെ പരിചയപ്പെടുത്തിയത്, സാധാരണ പപ്പ എല്ലാവരോടും പറയാറുള്ളത് എനിക്ക് 2 പെണ്ണും 1 മോളും എന്നാ. എല്ലാവരും ചോദിക്കും 3 പെണ്ണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയമാണ്, ഇവരെന്ത് ചെയ്യുന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് പപ്പ എപ്പോഴും പറയുന്നത് 2 പെണ്ണും 1 മോളും. അന്ന് എന്നെ പരിചയപ്പെടുത്തിയത് 3 പെണ്ണും ഇനി എനിക്ക് 1 മോനും എന്നും പറഞ്ഞു എന്ന് എന്നെ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം പ്രജിത്ത് വന്നു, അവനെ അങ്ങനെ തന്നെ 2ാമതൊരു മോനായിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ സ്വന്തം മാതാപിതാക്കൾ എന്നെ നോക്കിയുള്ളൂ, എൻ്റെ സ്വന്തം പിതാവ് എന്നെ നോക്കിയ പോലെയുള്ള സ്നേഹം, അതിലുപരിയായി എന്നെ സ്നേഹിച്ചു. ഞങ്ങൾ വീട്ടിൽ ഒരിക്കലും ഒരു അമ്മായിപ്പൻ മരുമോൻ എന്നുള്ള ഒരു ബന്ധം എനിക്ക് പ്രജിത്തിനൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഒരു കൂട്ടുകാരനെ പോലെ തമാശകളും എപ്പോഴും ഞങ്ങളെയൊക്കെ ചിരിപ്പിക്കാനും. രാത്രിയിൽ പറഞ്ഞ പോലെ TV ഒന്നും അവിടെ ഇല്ലെങ്കിലും ഞങ്ങൾ രാത്രി കടന്നുറങ്ങുന്ന 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ്. അതുവരെ പപ്പ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പൊൻപുലരിയിൽ നമ്മൾ വീണ്ടും കാണുമെന്നുള്ളത് ശരിയാണ്. പപ്പ അവിടെ എത്തും. ശരീരം നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടും.